അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഇന്ന ഫിൽ ജന്നത്തി ലഗുർഫൻ, നിശ്ചയമായിട്ടും സ്വർഗത്തിൽ ഒരു കട്ടടമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. യുറാ ലുഹൂറുഹ മിൻ ബുത്തൂനിഹ വ ബുത്തൂനുഹ മിൻ ലുഹൂരിഹ. അതിൻ്റെ ഉൾഭാഗത്ത് പ്രവേശിച്ചെങ്കിൽ ഇനി പർത്തിലെ ലോകമെല്ലാം കാണു. അതിലെ പർത്തിൽ നിന്നെങ്കിൽ അതിലെ ഉൾഭാഗമെല്ലാം കാണു. അങ്ങനെ ഒരു അത്ഭുതമായ ഒരു കട്ടടമായിട്ട് കിടും. നല്ല ഗ്ലാസ് പോലെ ഒന്നുമല്ല, അതിനായിട്ട് അത്ഭുതമായ കട്ടടമായിട്ട് കിടും. ആ കട്ടട അത് വർണ്ണിക്കൂ തീരാത്ത സൗന്ദര്യമുള്ളതായ ഒരു കട്ടട, ഒരു ബിൽഡിങ്. വക്കാമയിലേഹി ആറാബിയുൻ, ഈ വിഷയം അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി കേട്ടോണ്ടിരുന്നാർ. ആ കൂട്ടത്തോർ ആറാബിന്ത്, ഒരു ഗ്രാമീണവാസി. അയാൾ എനിക്ക് കേട്ടിട്ട്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ, ഈ അത്ഭുതമായ കട്ടട അത് ആർക്ക് പേനായിട്ട് അള്ളാഹു ഉണ്ടാക്കിയില്ലേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത്, ലിമൻ അഫ്ഷസ് സലാമ വ അതാബൽ കലാമ വ അത്അമൻ ത്വാമ വ അദാമ സിയാമ വ സല്ലാ ലില്ലാഹ് ബില്ലൈലി വന്നാസു നിയാം. അത് പിന്നെ ചില ആൾമാർക്ക് അങ്ങ് ദുനിയാവിൽ അഫ്ഷസ് സലാമ, സലാമിടെ യാറ വർദ്ധിപ്പിക്കുന്ന ആൾമാരായിരിക്കണം. അലബായിലെപ്പോഴും സലാം മുഅ്മിനീങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം ചൊല്ല ഒരു റൂഢി അങ്ങ് എപ്പോഴും. സലാം ചൊല്ലത് സ്വർഗത്തെ അഭിവാദ്യമായിട്ട് കിടും. ഇല്ലാ ഖീല സലാമൻ സലാമൻ. സ്വർഗത്തിൽ നിന്ന് അനാവശ്യമില്ല, വെറും സലാം, പരസ്പരം സലാം ഇട്ടതായിരിക്കും സ്വർഗത്തിലെ ആളുകൾ. അപ്പോൾ അതേ ഒരു സ്വഭാവം ഞങ്ങൾ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. അപ്പോൾ യാറ സലാം ഇട്ട ആൾമാർ, അവൻ സലാം ഇരട്ട്, നാനെന്തിട്ടെ, അങ്ങനത്തെ വിഷയമില്ല, സലാം ഇട്ട്. അപ്പോൾ ഈ സലാം യാറ ഇട്ട ആൾമാർ. അതുപോലെ ലിമൻ അതാബൽ കലാമ, അങ്ങനെ ബായിൽ നല്ല സംസാരം വരും. മനുഷ്യന്മാർക്ക് അങ്ങനെ പലക്ക് കേട്ടെങ്കിൽ കൊസ്യാവും. പിന്നെ അങ്ങനെ ബായിൽ പറച്ചൽ വരല്ല. അതുപോലെ മനുഷ്യന്മാർ മുമ്പലാക്കട പോലത്തെ പിന്നെ വാക്ക് അങ്ങനെ ബായിൽ വരല്ല. എല്ലാവരും മൃദുവായ സംസാരം, എല്ലാവർക്കും കൊസ്യാടെ പോലത്തെ ഫലക്കല്ലാണ്ട് മുമ്പലാക്കട ഫലക്ക വരല്ല. ആ നിലക്ക് അങ്ങനെ കലാമിടെ അങ്ങനെ ഫലക്കത്തെ ഭാര്യ അങ്ങനെ സൂക്ഷിക്കിടാറ്. നല്ല ഫലക്ക മാത്രം അങ്ങനെ വായിൽ ഭർത്ത് പോകും. ത്വാമ, ഭക്ഷണം കൊടുക്കുവാർ. ഭക്ഷണം കൊടുക്കുക വലിയൊരു ഇബാദത്തായിട്ട് കിട്ടും. അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് ചെന്ന് തുത്ഇമു ത്വാം, നീ ഭക്ഷണം കൊടുത്തു. നീ ഭക്ഷണം കൊടുക്കലായിട്ട് കിട്ടും. അപ്പോൾ പാവത്തങ്ങൾക്ക് മിസ്കീനമാർക്ക് ഭക്ഷണം കൊടുക്കരുത്. ഇൽമിയുടെ അഹൽമാർക്ക് ദാവത്താക്കിടെ ഭക്ഷണം കൊടുക്കരുത്. നല്ല നല്ല സ്വഭാവത്തിൽ പെട്ടതായിരിക്കും. ഇസ്ലാം ഭരപൂർ അതൊക്കെ എന്നാക്കിയിട്ട് പ്രോത്സാഹം കൊടുത്തിരുന്നു. എത്ര സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ നബിയും സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തിരുന്ന എത്രയേ പിന്നെ പൈസക്കാർ പണ്ട് കാലന്മാർ. അതിപ്പോൾ എല്ലാം കുറഞ്ഞു പോയിട്ട്. ഇപ്പം ഇങ്ങനെ ദുന്ത് വെച്ചാക്കിയിട്ട് മനുഷ്യന്മാർ പൈസ പോലാക്കടല്ലാണ്ട് പിന്നെ ആർക്കും പിടിച്ചിട്ടൊരു ദാവത്താക്കിയിട്ടൊരു ഭക്ഷണം കൊടുക്കാൻ ആർക്കും അങ്ങനത്തെ സ്വഭാവമായിട്ട് ഇന്ത്യ ആരെ കാണാൻ സാധ്യതയുള്ളൂ. ആയെങ്കിൽ എത്രയും ആൾമാർ ഉള്ള നല്ല മനുഷ്യന്മാർ, ഉസ്താദ്മാർക്ക് നല്ല ഫുഡാക്കി കൊടുക്കിടാറ്. മുത്താലിമിമോ ഔത്തിൽ വിളിച്ചിട്ട് ചോറ് കൊടുക്കിടാറ്. ഇങ്ങനത്തെ ആൾമാരും നല്ല മനുഷ്യന്മാരും ഉള്ളാറ്. അപ്പോൾ അത് സ്വർഗീയവാസികളെ ലക്ഷണമായിട്ട് ഭക്ഷണം കൊടുക്കട്ടെ സ്വഭാവം. വാദാമ സിയാമ, എപ്പോഴും നോമ്പുകാരായിട്ട് ജീവിക്കട്ടെ. എപ്പോഴും ചെന്നെങ്കിൽ എല്ലാ നാളല്ല, തിങ്കളാസരുണ്ട്, ബാലാസരുണ്ട്, അതുപോലെ തിങ്കളുടെ 3 നാളുണ്ടല്ലേ, പിന്നെ 13, 14, 15, ഇങ്ങനത്തെ നാളിലെല്ലാം നോമ്പ് പിടിക്കട്ടെ. അത്യാവശ്യം സുന്നത്ത് നോമ്പെല്ലാം പിടിച്ചുകൊണ്ടിരിക്കാറ്. ഇങ്ങനെ നോമ്പ് ദായ്മയാക്കുന്ന ആൾമാർ. അതുപോലെ സ്വല്ലാ ലില്ലാഹ് ബില്ലൈൽ വന്നാമു നിയാം, മനുഷ്യന്മാരെല്ലാം ഗാഠമായ നിദ്രയിലിക്കടതായ വറക്കിലിക്കടതായ സന്ദർഭത്തിൽ റബ്ബ് ഗണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾമാർ അടച്ചോണുപേനായിട്ട്. എല്ലാ മനുഷ്യന്മാരും നല്ല രസമായ വറക്ക് പണ്ട സമയമായിട്ട് സുബൈയുടെ മുന്നോളം നല്ല ഗാഠ നിദ്രയിൽ
അങ്ങനത്തെ സന്ദർഭത്തിൽ റബ്ബ് കാണിച്ചിട്ട് ഒരു 2 റക്അത്തെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കരിക്കുക ഞങ്ങൾ സാധ്യമായില്ലെങ്കിൽ ഞങ്ങളുടെ ജീവനമേ വ്യർത്ഥായിട്ട് ഞങ്ങൾ എല്ലാവരും സ്വാലിഹ്യങ്ങളിൽ പെട്ടുകൊണ്ട് ഞങ്ങൾ ആശിക്കണമെങ്കിൽ അതിലെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷണമായിട്ട് തഹജ്ജുദ് നിസ്കാര ചെല്ലത് ദഅബു സ്വാലിഹീൻ ഞങ്ങളെ പണ്ടകലെ ഞങ്ങളെ എല്ലാ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങൾ എല്ലാവരുടെ ലക്ഷണമായിട്ട് തഹജ്ജുദ് നിസ്കാരം. അത് നിസ്കരിക്കാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ ഞങ്ങളുടെ ജീവനം വേസ്റ്റായി പോയിട്ട്. അപ്പോൾ ഒരു 2 റക്അത്തെങ്കിലും ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമോ ഞങ്ങൾ പ്രയത്നമാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ ഒരു വലിയ ഭാഗമായിട്ട് ഞങ്ങൾ കാണും. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ, എപ്പോഴും മനുഷ്യന്മാർക്ക് സലാമു ചൊല്ലുന്ന ആൾ, ആരും നൊമ്പലാക്കാണ്ട് നല്ല സംസാരിക്കുന്ന ആൾ, തീരെങ്കിൽ പാവത്തങ്ങൾക്കും സാലിഹ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾമാർ, ഇങ്ങനെല്ലാം അതുപോലെ നോമ്പടെ ദായിമാക്കുന്ന ആൾമാർ, ഈ എല്ലാ ലക്ഷണമുള്ള ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ വലിയൊരു നിയമത്തായിരിക്കും പരലോകത്തിൽ വെച്ചിട്ട് അത്ഭുതമായ ഒരു ബിൽഡിങ്. അത് മനുഷ്യന്മാർ പിന്നെ സാധ്യമാവാത്തതായ ഒരു ബിൽഡിങ്ങിൽ അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹുൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിപാടി തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ ഞങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ഈ ചെന്നതായ എല്ലാ കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.